അങ്ങനെ ഈ വർഷം അവസാനിക്കുന്നു. നമുക്കൊരു അളവുകോൽ വേണം, ഒരു നാഴികക്കല്ല് വേണം. നമ്മൾ ജീവിതത്തിൽ മുന്നോട്ടാണോ അതോ പിന്നോട്ടാണോ പോകുന്നത് എന്നറിയാൻ. ഒരു മനുഷ്യനെന്ന നിലയിൽ നിങ്ങളെ തന്നെ ഒന്ന് നോക്കൂ. നിങ്ങളുടെ ബിസിനസ്സോ നിങ്ങളുടെ കരിയറോ അതൊന്നുമല്ല. ഇത് ഇന്ന് തന്നെ വിലയിരുത്തേണ്ട ഒന്നാണ്. ഇതെല്ലാ രാത്രിയിലും ചെയ്യേണ്ടതാണ്. പക്ഷേ ജീവിതത്തിൻ്റെ കാര്യത്തിൽ നിങ്ങളൊരു മടിയനായ അക്കൗണ്ടൻ്റ് ആണെങ്കിൽ വർഷത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ വിലയിരുത്തണം. വിലയിരുത്തിയാൽ മാത്രമേ നിങ്ങൾക്ക് തിരുത്തലുകൾ വരുത്താൻ കഴിയൂ. ഇത് പരിശോധിക്കാൻ ഒരു എളുപ്പ വഴിയുണ്ട്. ഞാനിപ്പോൾ കുറച്ചുകൂടി സന്തോഷമുള്ളൊരു മനുഷ്യനാണോ, കുറച്ചുകൂടി ശാന്തനാണോ, കുറച്ചുകൂടി കരുണയുള്ളവനാണോ, കൂടുതൽ സ്നേഹമുള്ളവനാണോ? നിങ്ങളുടെ കുടുംബത്തിൻ്റെ അഭിപ്രായം നോക്കണ്ട. അതിൽ പല മുൻവിധികളും ഉണ്ടാകും. കുടുംബം, അയൽക്കാർ, സുഹൃത്തുക്കൾ എല്ലാവർക്കും അവരുടേതായ താല്പര്യങ്ങളുണ്ടാകും. നിങ്ങളുടെ ഉള്ളിലേക്ക് തന്നെ നോക്കൂ. ഒരു മനുഷ്യനെന്ന നിലയിൽ നിങ്ങൾ മുന്നോട്ട് പോയോ? കാരണം നിങ്ങൾ മരണത്തോട് ഒരു വർഷം കൂടി അടുത്തിരിക്കുകയാണ്. നന്നായി ജീവിച്ചില്ലെങ്കിൽ ഒരു മെച്ചപ്പെട്ട മനുഷ്യനായി മരിക്കാനെങ്കിലും നോക്കിക്കൂടെ? നാളെ രാവിലെ നമ്മൾ മരിക്കുകയാണെങ്കിൽ ഒരു വർഷം മുമ്പത്തേക്കാൾ നല്ലൊരു മനുഷ്യനായിട്ടാണോ നമ്മൾ മരിക്കുന്നത്? ഇതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. അടുത്ത വർഷം നിങ്ങൾക്കൊരു കൃത്യമായ ഒരു പ്ലാൻ വേണം. വലിയ പ്ലാൻ തന്നെ വേണം. ബാലിശമായ ചെറിയ ലക്ഷ്യങ്ങളല്ല, വളരെ വലിയൊരു ലക്ഷ്യം. ഈ വർഷം അവസാനിക്കുമ്പോഴേക്കും ഞാൻ ഈ ഒരു നിലയിൽ എത്തിയിരിക്കും. എൻ്റെ നിർദ്ദേശങ്ങൾ തന്നെ വേണമെന്നില്ല. പക്ഷെ നിങ്ങൾ മെച്ചപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്കുള്ളിൽ കുറഞ്ഞ സംഘർഷത്തോടെയും കുറഞ്ഞ സമ്മർദ്ദത്തോടെയും നിങ്ങൾക്ക് പ്രവർത്തിക്കാനാകണം, അല്ലേ? നിങ്ങൾ മെച്ചപ്പെടുന്നു എന്നതിൻ്റെ അടയാളമാണത്.